ഫ്രണ്ട്സ്, വെൽക്കം ടു ഹമിറ്റ ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ കീബോർഡ് ആപ്ലിക്കേഷനായ Gboardൻ്റെ ഫീച്ചറുകളെ പറ്റിയാണ്. ഒരുപക്ഷെ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയാത്ത കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ഫീച്ചർ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പായി ഹമിറ്റ ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കാറുണ്ട് അല്ലേ? ഈ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് വളരെ ഈസിയാണ്. എന്നാൽ ചില സമയത്ത് നമുക്ക് വളരെ കഷ്ടമായി തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു ലെറ്റർ മിസ്റ്റേക്ക് വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ മിസ്റ്റേക്ക് പറ്റിയ ലെറ്ററിൻ്റെ മുകളിലായി കഴ്സർ അമർത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമില്ലാത്ത നമ്മുടെ ലെറ്റർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ട്രിക്ക് വേറൊന്നുമില്ല, നമ്മുടെ ഈ സ്പേസ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ലെറ്ററിൻ്റെ മുകളിലാണോ കഴ്സർ കൊണ്ടുവരേണ്ടത് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കുന്നതാണ്. കൂട്ടുകാർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ സ്പേസ് കീയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ട്രിക്ക് ചില കൂട്ടുകാർക്കെങ്കിലും വളരെ ഉപകാരപ്രദമാവുന്നതായിരിക്കും. ഇനി രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇതുപോലെ മെസ്സേജ് അയക്കുമ്പം നമ്മൾ അയച്ച ആ സെൻറ്റൻസിൻ്റെ വേർഡിലുള്ള ആദ്യത്തെ എല്ലാ ലെറ്ററും നമുക്ക് ക്യാപിറ്റൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ ക്യാപിറ്റൽ ആക്കേണ്ട ലെറ്റർ ഇതുപോലെ ഡിലീറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അതിനായി ഏതെങ്കിലും ഒരു വേർഡ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത മെസ്സേജ് ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട്. ഇനി സാധാരണയായി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്ത് മാറ്റമാണ് നമ്മുടെ മെസ്സേജ് സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ അയച്ച ഏതെങ്കിലും മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഡിലീറ്റ് ഐക്കണിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് ഡിലീറ്റ് ചെയ്യണോ അത്രത്തോളം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മുടെ കൈ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും പോർഷൻ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ സിമ്പിൾസോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് നമ്പറാണോ നമുക്ക് വേണ്ടത് അത് അല്ലെങ്കിൽ ഏത് സിമ്പിളാണോ വേണ്ടത് അത് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സിമ്പിൾസും നമ്പേഴ്സും എല്ലാം നമ്മുടെ ടെക്സ്റ്റിനൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലെറ്റേഴ്സ് മാറിയിട്ട് ഇവിടെ സിമ്പിൾസും നമ്പേഴ്സും വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഡയറക്റ്റ് ഏത് നമ്പറാണോ നമുക്ക് വേണ്ടത് അത് ഇതുപോലെ ചൂസ് ചെയ്യാം. അതുപോലെ ഏത് സിമ്പിളാണോ നമുക്ക് വേണ്ടത് അതും ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗർ അവിടെ നിന്ന് മാറ്റുമ്പോൾ വീണ്ടും അത് ആൽഫബറ്റായി മാറുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. എന്തായാലും വളരെ ഉപകാരപ്രദമാകുന്നതും സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം നമുക്ക് ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് അത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അടുത്ത ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, പിന്നീട് അത് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇനി അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അത് നമുക്ക് ഒരുപോലെ തന്നെ സെൻഡ് ചെയ്യാനും സാധിക്കും. അത് എങ്ങനെ നോക്കാം. അതിനായി ദാണ്ടെ കൂട്ടുകാർ ഈ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്നൊരു ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത എല്ലാ മെസ്സേജും കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് മുഖേന വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും സെൻഡ് ചെയ്ത് കൊടുക്കാനും എല്ലാം വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ഥിരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യവും നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതിനായി വീണ്ടും നമ്മൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ബോർഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഒരു എഡിറ്റ് ഐക്കൺ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID ആണ് ആഡ് ചെയ്യുന്നത്. ഇനി അത് സേവ് ചെയ്യാം. ഇനി എപ്പോഴാണോ നമുക്ക് നമ്മുടെ ഇമെയിൽ ID സെൻഡ് ചെയ്യേണ്ട സാഹചര്യം വരുന്നത്, അപ്പോൾ വീണ്ടും നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ താഴോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇമെയിൽ ID ഇവിടെ കാണാൻ സാധിക്കും. ഇനി അതിൽ ക്ലിക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ആർക്കാണോ വേണ്ടത് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രിക്ക് മുഖേന നമ്മുടെ ജോലിയൊക്കെ ഇനി വളരെ ഈസി ആവുന്നതായിരിക്കും. ഇനിയും കുറേയധികം ട്രിക്കുകളുണ്ട്. എന്നാൽ എല്ലാ ട്രിക്കും കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പാർട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രിക്കുകളും നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നോക്കിയ വീഡിയോ കൂട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.